നാളെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 12 അല്ലേ, 12 രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും കൂടി സെക്രട്ടേറിയറ്റ് നടയിൽ രക്തസാക്ഷി മണ്ഡപത്തിനടുത്ത് പാളയത്ത് സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട്. ഉപവാസം, നാരങ്ങവെള്ളം കുടിക്കുമായിരിക്കും, പക്ഷെ ഉപവാസമായിരിക്കും. കാരണം ഇതാണ്: ഞങ്ങൾക്ക് ശമ്പള പരിഷ്കരണം നടത്താൻ പൈസയില്ല, DA കൊടുക്കാൻ പൈസയില്ല, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ പൈസയില്ല, 2500 പെൻഷനാക്കാൻ പൈസയില്ല, പിന്നെ ഞങ്ങൾക്ക് ആശാ വർക്കേഴ്സിനും അംഗനവാടികൾക്കും കൊടുക്കാൻ പൈസയില്ല, കേന്ദ്രം ഞങ്ങൾക്ക് പൈസ തരുന്നില്ല, അതുകൊണ്ട് ഇതൊന്നും ഇല്ല എന്ന് പറയുന്നതിന് പകരം ആരും ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നാളെ ഒരു സമരം ചെയ്യുന്നു. അതിന് KJ വിളിക്കാനായിട്ട് സഹാക്കളും പോകും. നാളെ NGO യൂണിയൻ, പിന്നെ KGOI, അങ്ങനെ തുടങ്ങി AKPCTA, AKGCTA, അങ്ങനെ പുരോഗമന കലാസാഹിത്യ സംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ സംഘടനകളൊക്കെ നാളെ ഐക്യദാർഢ്യ, പിന്നെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ, എംപ്ലോയീസ് യൂണിയൻ, അങ്ങനെ സകല പേരും നാളെ മുഖ്യമന്ത്രി അവിടെ കിടക്കുമ്പോൾ അഭിവാദ്യം വിളിക്കാനായിട്ട് പോകും. ഒരു അടിമരാജ്യത്ത് ഇങ്ങനെ എല്ലാം നടക്കും. അവിടെ പോകും. അവിടെ ചെന്ന് നാഥനും നന്ദനും ഇല്ലാത്ത നീണ്ട വിളിയായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ് മോഡി ഇപ്പം ശരിയാവണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതെന്തിനാന്ന് വെച്ചാൽ, മോഡി ശരിയാവില്ല എന്നുള്ളതല്ല വിഷയം, കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടില്ല എന്നുള്ളതല്ല. അതിൻ്റേതായ പ്രൊസീജിയറും നടപടിക്രമങ്ങളും മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. വിഷയം അതല്ല. ബഡ്ജറ്റിൽ ഇനി വലുതായിട്ടൊന്നും പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയാനാണ്. അതുകൊണ്ട് കേരളം പട്ടിണിയിലാണ്, ബഡ്ജറ്റിൽ പൈസയില്ല, അതുകൊണ്ട് സാമ്പത്തിക കടക്കണിയിലേക്ക് പോകുന്നു. ഈ സാമ്പത്തിക ദാരിദ്ര്യത്തിലേക്ക് പോകുന്നതിനിടയിൽ പെൻഷനുമില്ല, DAയും ഇല്ല, പരിഷ്കരണമില്ല എന്ന് പറയുന്നതിന് പകരം കേന്ദ്രം ഒന്നും തരുന്നില്ല എന്നൊരു കാഴ്ചപ്പാട് വച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ ഈ ബഡ്ജറ്റിലെല്ലാം വേണമെന്ന് സഹാക്കൾ ബഹളം ഉണ്ടാക്കില്ല. ഇതിനുള്ള സോഷ്യൽ കണ്ടീഷനിങ് ചെയ്യാനും കൂടിയാണ് നാളത്തെ സമരം. അപ്പോൾ ഈ സോഷ്യൽ കണ്ടീഷനിങ് നാളെ കുറേ പ്രസ്താവനകളും എല്ലാ ചാനലുകളും പത്രങ്ങളും ഒക്കെ ഇതിടും. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ കേരളത്തിൻ്റെ പൊതുബോധത്തിനെ ഒന്നുകൂടി പറ്റിക്കാം. കേന്ദ്രം പൈസ തരാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു പൈസ തരുന്നില്ല, ഞങ്ങൾ ബാക്കി ഉള്ള പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാറ് വാങ്ങിക്കാനും ആഡംബര പരിപാടികൾ നടത്താനും ഞങ്ങൾ പുസ്തകമേള നടത്താനും ഞങ്ങൾ വേറെ ഒരുപാട് ആഡംബര കാര്യങ്ങൾ ചെയ്യും, ഇതിൽ ഞങ്ങൾക്ക് പൈസ തരാനില്ല എന്ന് പറയുന്നതിന് പകരമായിട്ട് ഈ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം വേണമല്ലോ. ഇവരെ സംബന്ധിച്ചുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയാം, ഒരു ഉത്തരം കിട്ടിയാൽ മതി. അത് ഏതെങ്കിലും ഒരു ഉത്തരം മതി. അത് ദക്ഷിണാഫ്രിക്കയിൽ സംഭവിച്ചാലും മതി. കണ്ടോ, ദക്ഷിണാഫ്രിക്കയിൽ മൈൻ പൊട്ടി, ഇവിടെ നമുക്ക് പൈസ തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ആമസോൺ കാടിൽ തീ പിടിച്ചില്ലേ, പിന്നെ ഇവിടെ കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ കേരളത്തിൽ എന്ന് ചോദിച്ചോളാം. അത് എവിടെയെങ്കിലും ഭൂമിയിൽ മനുഷ്യരുള്ള എവിടെയെങ്കിലും ആരെങ്കിലും ചത്താൽ മതി, നമുക്കത് ഏറ്റുപിടിച്ച് നമ്മൾ കൊണ്ടുപോകണ കാര്യമൊക്കെ നമ്മളേറ്റ്. അതിനുവേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ ആളുകളുണ്ട്, പുസ്തകം ഇറങ്ങും, ലേഖനം ഇറങ്ങും, എന്തെല്ലാം ഇറങ്ങുമെന്ന് പറയും. സാമ്രാജ്യത്വം തുലയട്ടെ, 100 വർഷം കൊണ്ട് പറയണം. പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയതല്ലാതെ സാമ്രാജ്യത്വത്തിന് ഒന്നും സംഭവിച്ചില്ല. എന്തൊരു കഷ്ടമാണെന്നറിയാം. കോർപ്പറേറ്റ് വൽക്കരണം തുലയട്ടെ എന്ന് പറഞ്ഞു. അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോർപ്പറേറ്റ് ആവുന്നതാണ് കാണുന്നത്. എന്തൊരു സങ്കടമാണെന്നറിയാമോ. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് വരും. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരിക. നിങ്ങൾക്കാർക്കും ശമ്പളവും ഇല്ല, പരിഷ്കരണവും ഇല്ല, അതിനുള്ള പണമില്ല.